യേശുവേ എന്ന് വിളിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ മറക്കരുത്. യേശുവേ എന്ന് വിളിച്ച ആ വചനത്തിന്റെ ശക്തി നമുക്ക് നേരെ വരുന്ന സകലവിധ പ്രവർത്തനങ്ങളെയും തടഞ്ഞു നിർത്തും. നമുക്ക് നേരെ വരുന്ന ദുരന്തങ്ങളെ തടഞ്ഞു നിർത്തും. നമുക്ക് നേരെ വരുന്ന അതിക്രമങ്ങളെ തടഞ്ഞു നിർത്തും. നമുക്ക് നേരെ വരുന്ന പ്രകൃതിക്ഷോഭങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുനാമത്തെ വിളിച്ചോ, ദൈവനാമത്തെ വിളിച്ചോ എന്ന് പറയുക. കാരണം ഇവിടെ സയൻസ് തോക്കും, ഇവിടെ മനുഷ്യന്റെ തലമണ്ട തോക്കും, ഇവിടെ മനുഷ്യന്റെ ബുദ്ധി തോക്ക്. ബുദ്ധി രാക്ഷസൻ എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവന്റെ ബുദ്ധിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പ്രവർത്തനങ്ങൾ ഈ ഭൂമിമണ്ണിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അനന്തജ്ഞാനിയായ ദൈവത്തിന്റെ മുമ്പിൽ വെളിപ്പെടാത്തത് എന്തുണ്ട്? അനന്തജ്ഞാനിയായ ദൈവം അറിയാത്തതായ എന്തുണ്ട്? അനന്തജ്ഞാനിയായ ദൈവത്തിന്റെ കൺമുമ്പിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കപ്പെടുമോ? ഒന്നും മറയ്ക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ദൈവമേ എന്ന് വിളിക്കാൻ മറക്കരുത്. സോദോം ഗൊമോറ ബൈബിളിൽ കാണുന്ന ഒരു നഗരമാണല്ലോ. അവിടെ ഒന്നുമില്ലാതെ നശിച്ചപ്പോഴും ദൈവമേ എന്ന് വിളിച്ച നീതിമാനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനെ നമുക്കറിയാം. ദൈവമേ എന്ന് വിളിച്ച നീതിമാനായ മനുഷ്യനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. ഭാര്യയ്ക്ക് എന്ത് പറ്റി? ഉപ്പുതൂണായെന്നാ പറഞ്ഞു. എന്ത് പറ്റി? ജോബിന്റെ ഭാര്യയ്ക്ക് ഇതേ സ്വഭാവം. കയറിട്ട് തിരിഞ്ഞു നോക്കി വേണം അവിടെ ഉപ്പുതൂണായി പോയെന്നാ പറഞ്ഞു. കാരണം ദൈവം രക്ഷിച്ച് ദൈവമേ എന്ന് വിളിക്കുന്ന മനുഷ്യനെ സംരക്ഷിച്ച് പിടിച്ച് മുന്നോട്ട് പൊക്കോ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുമ്പോഴും സംരക്ഷകനായ ദൈവം പിന്നാമ്പുറത്ത് നിന്ന് തള്ളി വിടുമ്പോഴും പുറകിൽ എന്ത് നടക്കുന്നു എന്നുള്ള നോക്കാനുള്ള ഒരു കൊതി, പുറകിൽ എന്ത് നടക്കുന്ന നോക്കാനുള്ള ഒരു ആശ, പുറകിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കാനുള്ള ഒരു പ്രവണത മനസ്സിൽ കിടപ്പുണ്ട്. പ്രിയപ്പെട്ട, നാശത്തിന്റെ കാരണത്തെ സൂചിപ്പിക്കാനാണ് ഞാനത് പറഞ്ഞത്. നമുക്കൊക്കെ വരുന്ന നാശത്തിന്റെ കാരണത്തെ സൂചിപ്പിക്കാനാണ്. നമുക്കുള്ളൊരു പ്രവണതയാ എന്താണ്? അവിടെ എന്ത് നടക്കുന്നു അറിയാനുള്ള ഒരു കൊതി, അല്ലേ? അറിയാനുള്ള, അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു അറിയാനുള്ള കൊതി. ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും അവസ്ഥ പറ്റിയെന്ന് അറിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് കിഴിഞ്ഞ് അന്വേഷിച്ചോണ്ടിരിക്കുക. എന്താണെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം, കൊതി ഇങ്ങനെ മനസ്സിൽ കിടന്ന് തിങ്ങി മറിഞ്ഞ് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോ ഓർമ്മിപ്പിക്കുന്നതിന് ഇതാ നിന്റെ ആ ഒരു കൊതിയെ നീ ഒന്ന് മാറ്റുക. അത് മാറ്റിയില്ലെങ്കിൽ നിനക്ക് മുന്നിൽ ഒരു നാശവിരിപ്പുണ്ടാകും. നിന്റെ പല കൊതികളല്ലേ നിന്നെ നാശത്തിലേക്ക് എത്തിയത്. നിന്റെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളല്ലേ നിന്നെ വീഴ്ചകളിലേക്ക് എത്തിച്ചത്. നിന്റെ പല വിധത്തിലുള്ള സ്വപ്നങ്ങളല്ലേ നിന്നെ വീഴ്ചകളിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കാനുള്ള പ്രവണതകളെ നമ്മൾ ഉപേക്ഷിക്കുക. നമ്മൾ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് നോക്കുക. തിരിഞ്ഞു നോക്കാനുള്ള പ്രവണതകളെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് തിരിഞ്ഞു നോക്കാനാ? നമ്മുടെ കഴിഞ്ഞ കാലത്തേക്ക് പലപ്പോഴും തിരിഞ്ഞു നോക്കണം. വീഴ്ചകളെ തിരുത്താൻ, ദൈവാനുഭവങ്ങളെ മുറുകെ പിടിക്കാൻ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് നോക്കണം. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇടങ്കാലിടുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കി നിൽക്കുന്ന ജീവിതത്തെ അവസാനിപ്പിച്ചിട്ട് ദൈവത്തിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവർ, ഏത് പ്രതിസന്ധിയിലും ദൈവം നമുക്ക് കൂടെയുണ്ട്. വിഷമിക്കാനില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോ മുറിവേറ്റ ആശുപത്രി കിടക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ വിളിക്കണമെന്ന് പറയുന്നത്. ചതഞ്ഞരഞ്ഞവരുടെ ശരീരങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടും വേണ്ടി ദൈവശക്തി ഇറങ്ങുവാൻ ശക്തിയോടെ നമ്മൾ വിളിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്ക്. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും എല്ലാം നേടിയെടുക്കുവാൻ ദൈവത്തെ വിളിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവശക്തിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവനാമത്തിന് അസാധ്യമായിട്ട് ൊന്നുമില്ല. അനേക പ്രളയങ്ങള്, അനേക വസന്തങ്ങള്, അനേക പേമാരികള്, അനേക വെള്ളപ്പൊക്കങ്ങളും കഴിഞ്ഞിട്ടും നമ്മൾ ഇന്നും സുരക്ഷിതരായി മുന്നോട്ട് പോകുന്നെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ദൈവം അവന്റെ നാമത്തിന്റെ ശക്തിയെ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവന്റെ നാമത്തിന്റെ ശക്തിയെ നമ്മുടെ മേൽ അയച്ചുകൊണ്ടേയിരിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 13:42. ദാനിയേലിന്റെ പുസ്തകം 13:42 മുതലുള്ള തിരുവചനങ്ങൾ സൂസന്നയെ കുറിച്ചാ പറയുക. ഒരു സ്ത്രീ ഭയങ്കരമായ പ്രശ്നത്തിൽ അകപ്പെട്ട് പല ജഡ്ജിമാർ ചേർന്ന് അവൾക്കെതിരെ കുതന്ത്രങ്ങൾ മെരിഞ്ഞ് അവിടെ മോശക്കാരി എന്ന് ചിത്രീകരിച്ച് അവൾക്ക് വധശിക്ഷ കൊടുക്കണമെന്ന് കൽപ്പിച്ച് അവരുടെ നാശത്തിന് വേണ്ടി സാക്ഷികളെ കൊണ്ടു നിർത്തി കള്ളസാക്ഷ്യം പറഞ്ഞ് കല്ലെറിഞ്ഞ് കൊണ്ടുപോകാൻ ഇവിടെ ജനമധ്യത്തിലേക്ക് കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ സൂസന്നയുടെ ഒരു വിളിയുണ്ട്. ദൈവമേ എന്ന് വിളിച്ചിട്ട്, കർത്താവേ എന്ന് വിളിച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് അവിടെ. എന്റെ കർത്താവേ എന്ന് വിളിച്ച് കണ്ണുനീരോടെ ദൈവത്തിന് മുമ്പിൽ അവിടെ പ്രാർത്ഥിച്ചപ്പം എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്ന് അവൾ ആവർത്തിച്ച് വിളിച്ചപ്പോൾ ദൈവശക്തി
അവൾക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചു. അതാണ് ദാനിയേൽ എന്ന് പറയുന്ന ഒരു കൊച്ചു മകന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് അപ്പോൾ തന്നെ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ള ആ ചെറിയ മാറ് ജനമധ്യത്തിലേക്ക് വന്നിട്ട് ഇതാ ജഡ്ജിമാരോട് അവിടെ കൂടിയിരുന്നവരോടുമായി ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഇവൾക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇവിടെ കുറ്റം വിധിക്കുന്നുവോ? ഇവക്ക് പറയാനുള്ളത് കേൾക്കാതെ ഇവളെ കുറ്റം വിധിക്കുന്നുവോ? എന്നിട്ട് ദാനിയേൽ തന്നെ ഒരു വിചാരണ നടത്തി കള്ളന്മാരെ കൈയോടെ പൊക്കിയെടുത്ത് ജനമധ്യത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഈ സൂസനെ സ്വതന്ത്രയാക്കി നന്മ നിറഞ്ഞ സ്ത്രീയെ നന്മ നിറഞ്ഞവളായി തന്നെ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് വെച്ചു കൊടുക്കുന്ന സുന്ദരമായ ഒരു കാഴ്ച ദാനിയേലിന്റെ പുസ്തകം 13:42 കിടപ്പുണ്ട്. ദൈവമേ എന്ന് വിളിച്ചതാ, കർത്താവേ എന്ന് വിളിച്ചതാ. കണ്ണുനീർ അനുഭവത്തിൽ, എല്ലാം നശിച്ച അനുഭവത്തിൽ, മരിക്കപ്പെടേണ്ട സമയത്ത്, കല്ലെറിയപ്പെടേണ്ട സമയത്ത്, തകർക്കപ്പെടേണ്ട സമയത്ത് ദൈവമേ എന്ന് വിളിച്ചപ്പോൾ ആ ദൈവശക്തി അവൾക്ക് മേൽ വിജയം നേടിക്കൊടുത്തു. അങ്ങനെയൊക്കെ പ്രിയപ്പെട്ടവരെ, തകരുന്ന ഓരോ സമയങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു വാക്കുണ്ടാകണം. ജീവിതത്തിൽ പിഴച്ചു പോകുകയും എന്ന് തോന്നുന്ന സമയങ്ങളിലും നമ്മുടെ ഹൃദയത്തിൽ ഒരു നാമം ഉണ്ടാകണം. എല്ലാം കടം കയറി നശിച്ചു എന്ന് തോന്നുമ്പോഴും നമ്മുടെ ഹൃദയത്തിന് ഒരു നാമം ഉണ്ടാകണം. ആ നാമം ഏതാണ്? അവർക്ക് പറഞ്ഞു, ഏതാണ് ആ നാമം? യേശു നാമം. ഇത് നഷ്ടപ്പെട്ടത് ഇന്ന് ലോകത്ത് ഒത്തിരിയേറെ കാണുന്നു. ഇത് നഷ്ടപ്പെട്ടത് എന്ത് ചെയ്തു? നമ്മൾ ഓരോ ദിവസവും എന്ത് ആത്മഹത്യ, ഈ ചുറ്റുപാട് തന്നെ ഞാൻ നോക്കും, എന്ത് ആത്മഹത്യയാണ് നടക്കുന്നത്. എന്താണ് ആത്മഹത്യക്ക് പിന്നാമ്പുറത്തെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, അപ്പൊ നിങ്ങൾ വൈദികന്റെ കാര്യമൊക്കെ ആരും ഓർത്തിരിക്കുന്നത്. വൈദികനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നാട്ടുകാരനായിക്കോട്ടെ, ആത്മായനായിക്കോട്ടെ, മറ്റു മതത്തിൽപ്പെട്ടവരെ ആരും ആയിക്കോട്ടെ, ആത്മഹത്യക്ക് പിന്നാമ്പുറത്ത് ഒറ്റ കാര്യമുള്ളൂ: ദൈവശക്തി. എന്താണ്? ദൈവനാമത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു, അത്രേ ഉള്ളൂ. ദൈവശക്തി നഷ്ടപ്പെട്ടു. ശക്തി നഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി നിരാശയിലേക്ക് പോകുന്നു. ദൈവശക്തി നഷ്ടപ്പെടുമ്പോൾ കുരിശെടുക്കണമെന്ന് പഠിപ്പിച്ചവൻ പോലും നിരാശയ്ക്ക് അടിമപ്പെടുന്നു. ഇതാണ് പ്രശ്നം. കർത്താവ് നമ്മോട് പറഞ്ഞ നീ കുരിശെടുത്തു പോവാ. വൈദികരെല്ലാം പറയും നിങ്ങൾ കുരിശെടുത്തു പോവാ. സന്യസ്തരെല്ലാം പറയും നിങ്ങൾ കുരിശെടുത്തു പോവാ. ഞങ്ങളൊക്കെ കുരിശ് വരയ്ക്കുക, കുരിശ് എടുക്കുക. എന്നിട്ട് ദൈവ കിടക്കുന്നു അല്ലേ? കുരിശെടുക്കാൻ പറഞ്ഞത് പോലും ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ വലിയൊരു പ്രശ്നമാണ് അല്ലേ? എന്താണ് ആ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ ഉത്തരവ് പറയുള്ളൂ: ദൈവശക്തി നഷ്ടപ്പെട്ടു, ദൈവകരുത്ത് നഷ്ടപ്പെട്ടു, സഹനങ്ങളിൽ ദൈവശക്തി നഷ്ടപ്പെട്ടു, രോഗത്തെ കുരിശായി എടുക്കാനുള്ള മനോഭാവം നഷ്ടപ്പെടുന്നു, രോഗവേദനകളെ കുരിശിന്റെ അനുഭവമായി സ്വീകരിക്കാനായിട്ട് പറ്റാതെ വരുന്നു, രോഗത്തിന്റെ കടബാധ്യത അനുഭവങ്ങളെ ഒരു കുരിശ് ബലിയായി അർപ്പിക്കാൻ നമ്മൾ മറന്നു പോകുന്നു. കുരിശ് ബലിയായി അർപ്പിക്കാൻ പറ്റാത്തിടത്താണ് ചെകുത്താൻ കെണിയൊരുക്കി ആത്മഹത്യയിലേക്ക് ഒരു മനുഷ്യരെ നയിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേക്കണം: എന്റെ ജീവിതം എപ്പോഴും ഒരു ബലിയായി മാറണം. അത് കടം കയറിക്കൊള്ളട്ടെ, കടബലിയായി അത് തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കും. അതിന് ക്യാൻസർ ബാധിച്ചോട്ടെ, അതിന് ഏത് രോഗം പേടിപ്പെട്ടോട്ടെ, ഏത് തീരാവ്യാധിയിലെയും എന്റെ ശരീരത്തിലേക്ക് വന്ന് കയറിക്കൊള്ളട്ടെ, അതിനെ ഞാനൊരു ബലിയായി എന്റെ തമ്പുരാന് കൊടുക്കും. അങ്ങനെ രോഗം ബാധിച്ച്, ക്യാൻസർ ബാധിച്ച്, അല്ലെ മാറാ രോഗങ്ങൾ ബാധിച്ച് എന്റെ ശരീരം ഇങ്ങനെ വേദനിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കണം: എന്റെ കർത്താവേ, നീ കുരിശിൽ കിടന്ന് കീറിപ്പറിച്ച ശരീരത്തോടെ വേദനിച്ച് കിടന്നതുപോലെ ഞാൻ എന്റെ കട്ടിലിൽ ഇതിനെ കുരിശാക്കി എന്റെ ശരീരത്തെ ഇവിടെ ഞാനിതാ വേദനയോടെ ബലിയർപ്പിക്കുന്നു. ഈ വേദന ബലിയർപ്പണം നഷ്ടപ്പെടുന്നിടത്ത് പിശാച് നമുക്ക് നേരെ ഭാരമടന്നുകൊണ്ടേയിരിക്കും. വേദന വരി ഇഷ്ടമില്ലാത്തവന്റെ ഹൃദയത്തിൽ പിശാച് എപ്പോഴും കുടില തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കും. വേദന ബലി ഇഷ്ടമില്ലാത്തവന്റെ ജീവിത പ്രശ്നങ്ങളിൽ പിശാച് കെണിയൊരുക്കി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കെണിയൊരുക്കി കാത്തിരിക്കുന്നവന്റെ കെണിയപ്പെടാതിരിക്കുക. എനിക്ക് നമ്മൾ കെണിയൊരുക്കുന്നത് പോലെ പിശാച് മനുഷ്യന് കെണിയൊരുക്കും. എനിക്ക് നമ്മൾ കെണിയൊരുക്കുന്നത് പോലെ പിശാച് നമുക്ക് കെണിയൊരുക്കും. ആ കെണിയിൽ പോയി ചാടാതിരിക്കാൻ ദൈവനാമ ശക്തിയെ കൂട്ടുപിടിക്കുക. ദൈവനാമശക്തിയെ എപ്പോഴും ഉള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുക. ദൈവമേ എന്ന് ഓരോ പ്രതിസന്ധി ശക്തിയിലും വിളിക്കുക. ഒരു ചെറു നിരാശ വന്ന എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ശക്തിപ്പെടുത്തണമേ എന്ന് പറയാ. ഒരു രോഗം വരുമ്പോൾ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു കഷ്ടത വരുമ്പോൾ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് അവനെ അങ്ങോട്ട് മുറുകെ പിടിക്കാം. ഒരു തീരാവ്യാധി വരുമ്പോൾ എൻ്റെ ഈശോയെ എന്ന് വിളിച്ച് അവനെ അങ്ങ് വള്ളിപ്പിടിക്കണം. എൻ്റെ അപ്പൻ ഒരിക്കലും എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്: എടാ മോനെ, നിനക്കൊരു കാര്യം അറിയാവോ? ഓ, എന്നാ അപ്പ അറിയാത്തില്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു: എടാ, നമുക്കൊക്കെ ചെറിയ പനി വരും, നമ്മൾ ദൈവത്തെ വിളിക്കുവോ? ഇല്ല. ആ പനി ഇച്ചിരൂടെ കലശലായാലോ ഉടനെ പതുക്കെ അന്ന് വീട്ടിലെ പ്രാർത്ഥന അതിശക്തമായിരിക്കണം. എല്ലാവരും കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കും. ഈ പനി ഇനിച്ച് ന്യൂമോണിയ ആയാലോ, നമ്മളുടനെ വികാരിച്ചനോട് പറയും: വികാരിച്ച പ്രാർത്ഥിക്കണേ,
കൊച്ചിന് ന്യൂമോണിയ ആയിട്ടുണ്ട്. അന്ന് രാവിലെ പള്ളിയിൽ പോകും, കുർബാന സ്വീകരിക്കും, സമർപ്പിക്കും. ആ ന്യൂമോണിയ ഇച്ചിരൂടെ കരച്ചിലായെന്ന് പറഞ്ഞാലോ, രാവിലെ പ്രാർത്ഥിക്കും, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കും, വൈകിട്ട് പ്രാർത്ഥിക്കും, ധ്യാനകേന്ദ്രങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ പറയും, സിസ്റ്റേഴ്സിനോടെല്ലാം വിളിച്ചു പറയും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയും. അത് ഇച്ചിരൂടെ കരച്ചിലായാലോ നമ്മൾ ഫുൾ ടൈം പ്രാർത്ഥനയിലായിരിക്കും. അല്ലെ? ചേട്ടൻ ഞാൻ കണ്ടോ, ഓപ്പറേഷൻ തിയേറ്റർ കൂടെ ഇങ്ങനെ കൊന്തമണി ഇങ്ങനെ ഉരുണ്ട് പൊക്കോണ്ടിരിക്കുക, നിർത്താൻ സമയമില്ല. ഇങ്ങനെ ഉരുണ്ട് ഇതിനു മുമ്പ് ഉരുണ്ടോട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം. പക്ഷെ ഇവിടെ ഉരുളുന്നുണ്ട്. അപ്പൊ അപ്പം പറഞ്ഞത്, എന്റെ പൊന്നുമോനെ പലതും നമുക്ക് തരുന്നത് ദൈവത്തെ നമ്മളങ്ങോട്ട് മുറുകെ പിടിക്കാനാണ്. നമ്മൾ പതുക്കെ പല സമയത്തും പിടിക്കാൻ മറക്കും. അല്ല, ചെറുതല്ല എന്ന് വിചാരിച്ച് നമ്മൾ വിട്ടുകളയും. അപ്പൊ ദൈവം ഇച്ചിരൂടെ വലുത് തരും. അപ്പൊ നമ്മൾ കുറച്ച് പിടിച്ചോണ്ടിരിക്കും. അത് കഴിയുമ്പോൾ കർത്താവ് ഇച്ചിരൂടെ വലുത് തരും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ആഞ്ഞു പിടിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ കുറച്ച് വലുത് തരും. അപ്പൊ നമ്മൾ ആഞ്ഞു പിടിക്കും. പിന്നെ ഒരു വലുതങ്ങ് വന്നു കഴിയുമ്പോൾ നമ്മളെ അള്ളി കെട്ടിപ്പിടിച്ചത്. ഈ കെട്ടിപ്പിടുത്തം ദൈവത്തിന് മുമ്പിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിരാശയിലേക്ക് പോകുന്നത്. അല്ല പ്രിയപ്പെട്ടവർ, നമ്മളെ ദൈവത്തെ അള്ളിപ്പിടിക്കാൻ ചില വഴികൾ ദൈവം നമുക്ക് മുമ്പിലേക്ക് ഇടും. ദൈവത്തെ ഇറുക്കി പിടിക്കാൻ ചില വഴികൾ നമുക്ക് മുമ്പിലേക്ക് ഇടും. ഇന്നലെ കണ്ടില്ലേ, നിങ്ങൾ TV കണ്ടാണ്, രാജീവ് ഗാന്ധിയും പ്രിയങ്കാന്ധിയും വന്നു കഴിഞ്ഞപ്പോൾ ചില കുട്ടികളെ അങ്ങോട്ട് അള്ളി ഇറുക്കി പിടിച്ചേക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴത്തെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഇങ്ങനെ അവർ നേതാക്കന്മാരാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അവരോട് യോജിക്കണം. ഇങ്ങനെ അങ്ങ് അള്ളി ഇറുക്കി അങ്ങ് പിടിച്ചേക്കുന്നുണ്ട്. ഞാൻ ചുറ്റും നിന്നവരുടെ മുഖത്തേക്ക് ആ സമയം നോക്കിയത്. ആ ചുറ്റും നിന്നവരുടെ മുഖത്ത് വലിയ സങ്കടം ഉണ്ടായിരുന്നോടാ. കണ്ണുനീരടിച്ച് ഓയങ്ങനടിച്ച് ഈ കൊച്ചിനെ ഇങ്ങനെ എള്ളി ഇറുക്കി പിടിക്കുന്ന കണ്ടപ്പോ അവരുടെ മുഖത്തെ ആ കരച്ചിൽ നിന്നു. ഈ കൊച്ചിന്റെ ഏങ്ങലടിയിൽ നിന്നു. ഇതാണ് നമ്മുടെ ചില ഏങ്ങലടികൾ നിൽക്കാൻ, മനസ്സിലുള്ള ചില കെട്ടുകളൊക്കെ പൊട്ടിപ്പോകാൻ, ജീവിതത്തിൽ നമ്മൾ കയറ്റി വെച്ചിരിക്കുന്ന ചില പ്രയാസങ്ങൾ നമ്മൾ അകന്നു പോകാൻ നമ്മളൊന്ന് കെട്ടിപ്പിടിക്കണം. ആ കൊച്ചി കെട്ടിപ്പിടിക്കുന്നതാണ്, ഓടി വന്നും കെട്ടിപ്പിടിക്കുക. അപ്പുറത്തനാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചൊരു കെട്ടിപ്പിടുത്തം അങ്ങ് പിടിച്ച് അപ്പോഴത്തേക്ക് അവരുടെ മനസ്സൊക്കെ ചുറ്റും നിന്നവരുടെ പോലും മനസ്സങ്ങ് ഫ്രീ ആയി. പിന്നെ അവരൊക്കെ അങ്ങ് വാചാരമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് ഇപ്പൊ മനസ്സിലുണ്ട് കയറിയിരിക്കുന്ന പല പ്രശ്നങ്ങളും വിട്ടുപോകാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വഴിയുണ്ട്. യേശുവിനെ അങ്ങ് കെട്ടിപ്പിടിക്കുക, ഓടിച്ചെല്ലുക, എന്റെ യേശുവേ എന്ന് പറഞ്ഞ് ബലിപീഠത്തിനടുത്തേക്ക് ഓടി വന്നിട്ട് ഇവിടെ ഒന്ന് തലമുട്ടിച്ച് കടന്നാ മതി. ഈ ബലിപീഠത്തിന് മുമ്പിൽ ഒന്ന് തലമുട്ടിച്ച് കടന്നാ മതി. വീട്ടിലാണെങ്കിൽ ഓടി ആ ബൈബിളിന്റെ അടുത്തേക്ക് വന്ന് ആ ബൈബിളിലേക്ക് ഒന്ന് തലചായ്ച്ചിട്ട് എന്റെ യേശുവേ എന്ന് പറഞ്ഞ് ആ ബൈബിളെടുത്തൊന്ന് ചങ്കോടെ കെട്ടിപ്പിടിച്ചോ. നീ അനുഭവിച്ചറിയും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആശ്വാസവചനങ്ങൾ. നീ അനുഭവിച്ചറിയും ദൈവഹൃദയത്തിന്റെ സ്വാന്തനം. നീ അനുഭവിച്ചറിയും ദൈവത്തിന്റെ സ്നേഹം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ ഒരു കാലത്തും ഭയപ്പെട്ട് മാറരുത്. നമ്മൾ ചവിട്ടിയിരിക്കുന്ന കാലടികളുടെ മണ്ണൊലിച്ചു പോയാലും ഭയപ്പെടരുത്. ചുറ്റുപാടും അനേകരെ മരിച്ചു വീഴുമ്പോഴും നമുക്ക് ഭയമില്ല. കാരണം എന്താ? അവരുടെ ആത്മാക്കളെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവർ വീണാലും അവരുടെ ആത്മാക്കളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ദൈവത്തെ കെട്ടിപ്പിടിച്ച് എന്റെ ദൈവമേ എന്ന് അവർക്ക് വേണ്ടി വിളിച്ചാൽ, ഞാൻ ദൈവത്തോട് ചേർന്ന് നിന്നിട്ട് എന്റെ ദൈവമേ എന്ന് ആ ജനത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ചാൽ, മരിച്ചവരെ സ്വർഗം ചേർക്കുന്നവനും ചതഞ്ഞറിഞ്ഞവരെ ഉയർപ്പിലേക്ക് തിരികെ കൊണ്ടുവരുന്നവനും സുഖപ്പെടുത്തേണ്ടവരെ സുഖപ്പെടുത്തി കൊണ്ടുവരുന്നവനും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് എല്ലാം നൽകാൻ കരങ്ങൾ നീട്ടുന്നവനുമായ ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് അവന്റെ നാമം വിളിക്കണമെന്ന് ഇന്ന് ഞാൻ പറയുക. അതുകൊണ്ട് വയനാടുകാർക്ക് വേണ്ടി യേശുവേ എന്ന് വിളിക്കണം. നമ്മുടെ യേശുവേ എന്ന് വിളിക്കണം. നമ്മുടെ വിഷമങ്ങളെ ഓർത്ത് യേശുവേ എന്ന് വിളിക്കണം. നമ്മുടെ കടബാധ്യത യേശുവേ എന്ന് വിളിക്കണം. നമ്മുടെ തടസ്സങ്ങളെ ഓർത്ത് യേശുവേ എന്ന് വിളിക്കണം. മക്കളുണ്ടാകുന്നില്ലേ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. വീടുണ്ടാകുന്നില്ലേ? യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചോ. വിവാഹം നടക്കുന്നില്ലേ? യേശുവേ എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചോ. അത് നടക്കും. ഇത് മറക്കുമ്പോഴാണ് നിരാശ, ഇത് മറക്കുമ്പോഴാണ് ആത്മഹത്യ, ഇത് മറക്കുമ്പോഴാണ് നമ്മൾ ഒളിച്ചോട്ടം, ഇത് മറക്കുമ്പോഴാണ് നമ്മളൊക്കെ മാനസിക രോഗികളെ പോലെ വിഭ്രാന്തരായി തീരുന്നത്. ഇത് മറക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന്റെ കൺട്രോൾ വിട്ടുപോകുക. എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, നമ്മളെ കൂട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരു കൺട്രോൾ കയറുണ്ടെങ്കിൽ അത് ഈശോയാണ്. നമ്മളെ കൂട്ടി ഇങ്ങനെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന ഒരു കൺട്രോൾ ചങ്ങലയുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. അത് പൊട്ടിയാൽ നമ്മൾ വിട്ടുപോകും. അത് തകർന്നാൽ നമ്മുടെ ജീവിതം ആടി ഒലഞ്ഞുകൊണ്ടേയിരിക്കും. അത് തകരാതെ സൂക്ഷിക്കുക. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശുനാമത്തിന്റെ ശക്തിയെ തിരിച്ചറിയാൻ ഇങ്ങനെ യേശുനാമം ആവശ്യ നേരങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന നാമം. യേശുനാമം ആവശ്യ നേരങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന നാമം. നമ്മൾ കാണുന്നു ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാം അധ്യായം 17-ാം തിരുവചനം.
വളരെ സുപരിചിതമായ ഒരു വചനം. ഹാഗാറിന്റെ ജീവിതത്തിലെ ദുരന്ത സമയം, മരുഭൂമിയിലൂടെ കുഞ്ഞിനെ കൊണ്ട് നടന്ന് കുഞ്ഞ് മരിക്കാറായി, ഒരിറ്റ് വെള്ളം പോലും കിട്ടാതെ വാടി തളർന്ന് മരിക്കാറായ കുഞ്ഞിനെ മരുഭൂമിയിലെ ആ പൊള്ളിക്കിടക്കുന്ന മണ്ണിന് മേൽ വെച്ചിട്ട് തിരിഞ്ഞു നിന്ന് ദൈവത്തെ വിളിച്ചു കാറുന്ന ഒരു അമ്മയാണ് അവള്. ഇങ്ങനെ തിരിഞ്ഞു നിന്ന് ദൈവത്തെ വിളിച്ചു കാറുമ്പോൾ ദൈവമേ എന്ന വിളിക്ക് അപാര ശക്തിയുള്ളത് കൊണ്ട് അവരുടെ വരണ്ടുണങ്ങിയ ജീവിതത്തിലേക്ക് തമ്പുരാൻ ഇറങ്ങി വന്ന് അവരോട് പറഞ്ഞത്, കുഞ്ഞിനെ എടുക്കുക, നീ കുഞ്ഞിന് വെള്ളം കൊടുക്കുക. കത്തി പൊരിഞ്ഞു കിടക്കുന്ന മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളം തേടി അലഞ്ഞു നടന്ന സ്ത്രീ വെള്ളം കൊടുക്കാൻ പറഞ്ഞപ്പോ ഒരവിശ്വാസവും ഇല്ലാതെ ഓടി വന്ന് കുഞ്ഞിനെ എടുത്തിട്ട് മരുഭൂമിയുടെ ആ കുഞ്ഞിനെ കിടത്ത മരുഭൂമി പ്രദേശത്തേക്ക് നോക്കിയപ്പോ കണ്ടത് അവിടെ ജലം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരിയ. ആ ഒരിലേക്ക് ഓടിപ്പോയി വെള്ളം കോരിക്കൊടുത്ത് അവിടെ ആ കുഞ്ഞിനെ സംരക്ഷിച്ചു. ഇതാ പറഞ്ഞത്, ആവശ്യ നേരത്ത് ശക്തിയോടെ, വിശ്വാസത്തോടെ, നെഞ്ചുറപ്പോടെ, ചങ്കുറപ്പോടെ, നട്ടുലയർത്തി, നട്ടല് നിവർത്തി യേശുവേ എന്ന് വിളിച്ചാൽ യേശു ഇറങ്ങി വന്ന് സഹായിക്കാതിരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ആവശ്യ നേരങ്ങൾ നമ്മൾ നിരാശപ്പെടുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ലോറൻസ് പറഞ്ഞത്, നിങ്ങൾ രോഗബാധിതര്, നിങ്ങൾ സന്താപര്, നിങ്ങൾ ഭയചകിതര്, പ്രകൃതിക്ഷോഭങ്ങൾ നിങ്ങളെ വട്ടമിട്ട് ഉലയ്ക്കുമ്പോൾ നിങ്ങൾ യേശു നാമം വിളിക്കുക. വിശുദ്ധ ലോറൻസ് പറയാ, നിങ്ങൾ യേശു നാമം വിളിക്കുക. ആ നാമം നിങ്ങളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കും. ആ നാമം നിങ്ങളെ കീഴ്പ്പെട്ടു പോകാൻ അനുവദിക്കുകയില്ല. ആ നാമം നിങ്ങളെ ശക്തിയോടെ ഉയർത്തി നിർത്തും. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. റോമാലേഖനത്തിന്റെ 10-ാം അധ്യായം 12-13 തിരുവചനം പറയാ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. റോമാലേഖനം പറയാ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. രക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതാണല്ലോ എല്ലാവരുടെ. എന്റെ ഭർത്താവ് കുടിയനാ, രക്ഷ പ്രാപിക്കണം. മദ്യപാനിയാ, രക്ഷ പ്രാപിക്കണം. എന്ത് ചെയ്യണം അമ്മച്ചി? ചുമ്മാ ധ്യാന കേന്ദ്രങ്ങൾ കയറി നടന്നോണം അല്ലേ? ചുമ്മാ ധ്യാന കേന്ദ്രത്തിൽ പോയി നടന്നോണം. പിന്നെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, എന്റെ ഭർത്താവ് കൂടിയനാ, എന്റെ ഭർത്താവ് കൂടിയനാ, എന്റെ ഭർത്താവ് കൂടിയനാ, എന്റെ ഭർത്താവ് കൂടിയനാ. രക്ഷപ്പെടുവോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യണം? ആ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചോട്, കർത്താവേ, നീ എനിക്ക് വിവാഹത്തിൽ ബന്ധിച്ചു തന്ന എന്റെ ഭർത്താവ് കുടിയനാ, തോന്നിവാസിയാ, അനിഷ്ടക്കാരനാ, അവൻ മയക്കുമരുന്നിന് ഉപയോഗമുള്ളവനാ. ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞാൻ തരുന്നു. യേശുവേ, അവനെ തൊടണമേ എന്ന് പറ. യേശുവേ, അവനെ തൊടണമേ. നീ നിർത്താതിങ്ങനെ പറഞ്ഞാൽ ഈശോ വരാതിരിക്കുവോ? നീ നിർത്താതെ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന ഈശോ വരാതിരിക്കുവോ? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്ന ബർത്തിമേസ് നിർത്താതെ ഇങ്ങനെ വിളിച്ചതാ, യേശുവേ, യേശുവേ എന്ന് നിർത്താതെ കരഞ്ഞു വിളിച്ചപ്പോൾ യേശു അവിടെ നിന്നിട്ട് അവനെ ഇങ്ങോട്ട് വിളിക്ക് എന്ന് പറഞ്ഞ് അവനെ സൗഖ്യം നൽകി പറഞ്ഞയച്ചു. നിർത്താതെ വിളിച്ചപ്പോൾ സുവിശേഷത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട്. എപ്പോഴും ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു വിധവ, ന്യായാധിപന്റെ അടുത്ത് എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരു വിധവയെ കുറിച്ച് സുവിശേഷം പറയുന്നില്ല. അവസാനം ശല്യം സഹിക്കാൻ വല്ലാതെ വന്നപ്പോൾ അവൻ തിരിഞ്ഞു നിന്നിട്ട് അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുത്തപ്പോ ഈശോ പറഞ്ഞു, എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുക. നിന്റെ വിളി ഇങ്ങനെ എത്ര നാള് ശക്തിയോടെ വരുന്നോ അത്രയധികം ദൈവകൃപ നിന്നിലേക്ക് ഒഴുകിയേക്കും. ഇനി മക്കളൊക്കെ തെറ്റിദ്ധരിച്ചു പോയി, നമ്മൾ എന്ത് ചെയ്യണം? അതും പറഞ്ഞ് വിലപിച്ച് കരഞ്ഞ് സങ്കടപ്പെട്ട കുത്തിക്കൂനി വീട്ടിലിരുന്നാ മതിയോ? അതും പറഞ്ഞ് നമ്മളിങ്ങനെ കുത്തിക്കൂനി ഇരുന്നാ പോരാ. മക്കളെ ദൈവകരങ്ങളിലേക്ക് കൊടുത്തിട്ട്, എന്റെ കർത്താവേ, തലതിരിച്ചവന്മാരെ ഒന്ന് രക്ഷപ്പെടുത്തണേന്ന് പറ. ആ മക്കൾക്ക് വേണ്ടി ഒരു നേരം എടുത്തിട്ട് 2-3 കൊന്തയങ്ങ് ചൊല്ലി പ്രാർത്ഥിക്കുക. ആ മക്കൾക്ക് വേണ്ടി ഒരു നേരം എടുത്ത് സുവിശേഷം എടുത്തങ്ങ് വായിച്ചു തുടങ്ങുക. കർത്താവേ, ഈ ജ്ഞാനം മുഴുവൻ എന്റെ മക്കളുടെ തലയിലേക്ക് കൊട്ടിയിടണമെന്ന് പറ. സുവിശേഷത്തിന്റെ ജ്ഞാനം മുഴുവൻ എന്റെ മക്കളുടെ തലയിലേക്ക് തീക്കനൽ പോലെ കൂട്ടണമെന്ന് പറ. ഈ സുവിശേഷം വായിച്ച് മക്കളെ എന്ന് വെച്ചു കൊടുത്താൽ സുവിശേഷത്തിലെ കർത്താവ് മക്കളുടെ തലമണ്ട തീക്കട്ടയിട്ട് പൊള്ളിച്ച് അവന്മാരെ നേരെ കൊണ്ടുവരും. നമ്മളായിട്ട് അടിച്ചു നോക്കിയിട്ടല്ലേ നടക്കാത്തെ? പരിശുദ്ധാത്മാവാകുന്ന അഗ്നിക്കട്ടയിട്ട് അവന്മാരെ നേരെ കൊണ്ടുവരും. അല്ലാതെ നമ്മുടെ ചൂരല് അവന്മാരെ നേരെ കൊണ്ടത്തില്ല. നമ്മുടെ നാക്ക് അത് അതിന്റെ സ്വഭാവം വളവള നാക്ക. അതിട്ട് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് വെല്ലും ബ്രേക്കും ഇല്ലാതെ അങ്ങ് പോവും. ആദ്യം ഉപദേശമാകും, പിന്നെ തെറിയാകും, പിന്നെ പടയാകും, പിന്നെ പ്രാക്കാവും. ഇതാണ് നമ്മുടെ നാവിന്റെ പ്രശ്നം. അതുകൊണ്ട് നാവിനെ മാറ്റാം, നമ്മുടെ വടികളെ മാറ്റാം, ചൂരലുകളെ മാറ്റാം. മറിച്ച് ഈ ദൈവവചനം എടുത്ത് മക്കൾക്ക് വേണ്ടി അങ്ങ് വായിക്കുക. സുവിശേഷം, അതാ പറയാം, സുവിശേഷം എടുത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ അങ്ങ് തുടങ്ങുക. എന്റെ കർത്താവ് വഴിതെറ്റിപ്പോയി കാപ്പന്മാരെ എല്ലാം രക്ഷിക്കാൻ ഞാനിതാ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് അങ്ങ് ആരംഭിക്കുക. യോഹന്നാനിൽ എത്തുമ്പോ മക്കൾ പതുക്കെ ചെമ്മരിയാട്ടും കുട്ടികളാവും. അവിടെ അല്ലേ യോഹന്നാനാണ് ചെമ്മരിയാടിന്റെ ആള്.
അപ്പൊ മത്തായിന്ന് തുടങ്ങി യോഹന്നാനെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെയായാലും മക്കള് ചെമ്മരിയാട്ടിൻകുട്ടിയുടെ പോലെ അപ്പാന്ന് വിളിച്ച് വീട് കയറുക, അമ്മയെന്ന് വിളിച്ച് വീട് കയറി വരും. അപ്പോ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. യേശുവിന്റെ നാമം വിളിക്കുക, യേശുവിന്റെ വചനം എടുക്കുക, ആ വചനത്തെ വായിക്കുക, ആ വചനത്തെ ധ്യാനിക്കുക, ആ വചനത്തിലൂടെ കടന്നു പോവുക. സങ്കീർത്തന പുസ്തകത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞത് 118:12 തേനീച്ച പോലെ അവരെന്നെ പറഞ്ഞു, മുൾപ്പടത്തിന് തീ പിടിച്ചതുപോലെ അവർ ആളിക്കെത്തി, എന്നാ ദൈവനാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. ശത്രുക്കളെ കുറിച്ച് പറയാം. ശത്രു ഇങ്ങനെ വട്ടമിട്ട് പിടിച്ചപ്പോഴും സങ്കീർത്തകൻ പറഞ്ഞു, ഞാൻ രക്ഷപ്പെട്ടതും ശത്രുവിന്റെ കരം ഭേദിച്ചതും ശത്രുവിന്റെ സകലവിധ കോട്ടകളും തകർത്തതും ഞാൻ ഒറ്റ നാമത്തിലാണ്, ദൈവനാമത്തിൽ. ഹല്ലേലൂയ. സ്വരമെത്തി പറഞ്ഞ ഹല്ലേലൂയ. രണ്ട് കരമെത്തി പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാ യേശുവിന്റെ നാമത്തിന്റെ മറ്റൊരു സവിശേഷത, അത് മരണസമയത്ത് സകല മനുഷ്യരെയും അനുഗ്രഹ മരണമാക്കി തീർക്കുന്ന, സകല മനുഷ്യർക്ക് അനുഗ്രഹമാണ്. ഏത് മരണസമയത്ത് അനുഗ്രഹമായ ഒറ്റ നാമമാണ് യേശുനാമം. വിളിക്കണമെന്നാ പറയുക. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നൽമരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. നല്ല മരണത്തിന് വേണ്ടി ആശിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന്റെ ഒറ്റ കാരണമേ ഉള്ളൂ, യേശുനാമം നല്ല അനുഗ്രഹ മരണത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നതാ. യേശുനാമം മരണസമയത്ത് ഒരുത്തന്റെ ശക്തിയാണ്. യേശുനാമം മരണസമയത്ത് ഒരുത്തന്റെ കരുത്താണ്. അതുകൊണ്ടാണ് വിശുദ്ധ ജോവാനോഫാക്ക് ഇപ്രകാരം പറയും, ക്രിസ്തീയ വിശ്വാസികൾക്ക് മരണസമയത്ത് സങ്കേതവും ആനന്ദവുമാണ് യേശുനാമം. മരണസമയത്ത് നമ്മളെപ്പോഴും സങ്കടപ്പെട്ട് മരിക്കുന്നവരാ. ഇവിടെ ഇതാ ജോവാനോഫാക്ക് പറയുകയാണ്, ക്രിസ്തു വിശ്വാസികൾക്ക് യേശുനാമം മരണസമയത്ത് സങ്കേതവും സന്തോഷവും അനുഗ്രഹവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമുക്ക് സന്തോഷവും അനുഗ്രഹവും, ഞാനിത് പറയാൻ കാരണം ഇതാ വയനാട്ടിൽ മരിച്ചവരുടെ ജീവിതങ്ങളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ ഇന്ന് യേശുനാമത്തെ അവരെ അനുഗ്രഹിക്കുക, യേശുനാമത്തിൽ അനുഗ്രഹിക്കുക. ഇതാ മരണസമയം അവർക്ക് യേശുനാമത്തിന്റെ ശക്തി കിട്ടാൻ, അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ജീവിതങ്ങളെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുവാൻ. കാരണം യേശുനാമത്തിന്റെ ശക്തിയാൽ അവർക്ക് മോചനമുണ്ട്. നമ്മൾ യേശുനാമത്തിന്റെ ശക്തിയാൽ ഇന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുനാമത്തിന്റെ ശക്തിയാൽ അവരുടെ കടങ്ങൾ മായ്ക്കണം. യേശുനാമത്തിന്റെ ശക്തിയാൽ അവരുടെ പാപങ്ങൾ മോചിക്കപ്പെടണം. യേശുനാമത്തിന്റെ ശക്തിയാൽ അവര് ഉന്നതത്തിലിരുന്ന് ഭൂമിയിലുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. യേശുനാമത്തിന്റെ ശക്തിയാൽ അവർ മാലാഖമാരെ പോലെ ദൈവത്തെ സ്തുതിക്കുന്ന ആത്മാക്കളാക്കി മാറും.